ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരള സംസ്ഥാനത്തിന്റെ 14ാം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഏറെ പ്രത്യേകതയുള്ളതായിരുന്നു. വോട്ട് ചെയ്യാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ക്യൂ, അംഗപരിമിതർ, കൈക്കുഞ്ഞുമായി എത്തുന്ന സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് വോട്ട് ചെയ്യാൻ മുൻഗണന എന്നിവ ഇതിൽ ചിലതു മാത്രം. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളും കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മഴയെ അവഗണിച്ചും ജില്ലയിൽ കനത്ത പോളിംഗ്. ജില്ലയിൽ സ്ഥാനാർത്ഥികളും പ്രമുഖരുമെല്ലാം വോട്ടവകാശം വിനിയോഗിച്ചു. 102ാം വയസ്സിലും ദേവകിയമ്മ പോളിംഗ് ബൂത്തിൽ. കന്നിവോട്ടിന്റെ ആവേശത്തിൽ മിൻഷ. കോഴിക്കോട്ടെ ലെപ്രസി ആശുപത്രിയിലെ പ്രത്യേക ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി അന്തേവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുവെ മികച്ച പോളിംഗ് ആയിരുന്നു ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന 120 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കാനുള്ള വോട്ടെടുപ്പ് നിർണായകമായി. 65 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ, 15 വനിതാ സ്റ്റേഷനുകൾ, 17 അധിക സ്റ്റേഷനുകൾ എന്നിവയുൾപ്പെടെ 1903 ബൂത്തുകളാണ് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലായി സജ്ജീകരിച്ചിരുന്നത്. രാവിലെ 7 മുതൽ 6 വരെയായിരുന്നു വോട്ടിംഗ് സമയം. ചിലയിടങ്ങളിൽ മഴ വോട്ടെടുപ്പിനെ സാരമായി ബാധിച്ചിരുന്നു. വോട്ടിംഗ് മെഷീനുകളുടെ കാര്യക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി രാവിലെ 6 മണിക്ക് തന്നെ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ മോക്ക് പോൾ നടന്നിരുന്നു. പരിശോധനയ്ക്ക് ശേഷം അവ മായ്ച്ചു കളഞ്ഞ് സീൽ ചെയ്താണ് പോളിംഗിനായി സജ്ജീകരിച്ചത്. 78,432 കന്നി വോട്ടർമാരും 6,913 പ്രവാസി വോട്ടർമാരും ഉൾപ്പെടെ 23,59,731 സമ്മതിദായകരായിരുന്നു ജില്ലയിൽ ആകെയുള്ളത്. അതിൽ 12,24,324 സ്ത്രീകളും 11,31,407 പുരുഷന്മാരുമായിരുന്നു. ജില്ലയിലെ പ്രശ്നബാധിത മേഖലകളിലെല്ലാം അതീവ ജാഗ്രതയോടുകൂടി തന്നെയായിരുന്നു പോലീസും കേന്ദ്രസേനയും നിരീക്ഷണം നടത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലയിൽ രാവിലെ ആരംഭിച്ച കനത്ത പോളിംഗിൽ സ്ഥാനാർത്ഥികളും പ്രമുഖരും പങ്കാളികളായി. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ്. കോഴിക്കോട് ജില്ലയിൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ രാവിലെ തന്നെ കുടുംബത്തോടൊപ്പം എത്തി സമ്മതിദാനം വിനിയോഗിച്ചു. സെന്റ് വിൻസെന്റ് കോളനി ഹയർ സെക്കൻഡറി സ്കൂളിൽ MT വാസുദേവൻ നായർ, മന്ത്രി MK മുനീർ, സംവിധായകൻ രഞ്ജിത്ത് എന്നിവരും, ചെറുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മേയർ VKC മുഹമ്മദ് കോയിയും, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും നോർത്ത് NDA സ്ഥാനാർത്ഥിയുമായ KP ശ്രീശൻ ബേപ്പൂർ ഹയർ സെക്കൻഡറിയിലും, MK രാഘവൻ MP മലാപ്പറമ്പ് മാതൃബന്ധു UP സ്കൂളിലും, A പ്രദീപ് കുമാർ MLA വെസ്റ്റ് ഹിൽ UP സ്കൂളിലും, ബാലുശ്ശേരി MLA പുരുഷൻ കടലുണ്ടിയും NDA സ്ഥാനാർത്ഥി സതീഷ് കുറ്റിയിലും, ചേവായൂർ പ്രസിഡന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലും, ബേപ്പൂർ SDPI സ്ഥാനാർത്ഥി മുസ്തഫ കൊമ്മേരി UP സ്കൂളിലും, സംവിധായകനും നടനുമായ ജോയ് മാത്യു, ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ എന്നിവർ മലാപ്പറമ്പ് AIP സ്കൂളിലും സമ്മതിദാനം വിനിയോഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വോട്ട് ചെയ്ത ശേഷമുള്ള പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇത് ഭരണ തുടർച്ചയ്ക്കുള്ള വിധിയെഴുത്താണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ, ക്രമസമാധാനം, അതുപോലെ എല്ലാ രംഗങ്ങളിലും ഗവൺമെൻറ് ഇടപെടൽ, ഇപ്പോൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, അപ്പോൾ അതിൻ്റെ ഒരു ഫലം ഈ ഇലക്ഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും നല്ല നിലയിലുള്ള പ്രതികരണം. റിസൾട്ട് വരുമ്പം അറിയാം. അത് കോഴിക്കോട് നോർത്തിൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമാകുന്നൊരു ജനവിധി അവിടെ ഉണ്ടാവുക. ഒന്ന് കേരളത്തിലെ ഇപ്പോൾ ഉള്ള LDFന് അനുകൂലമായിട്ടുള്ള ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടാവും. രണ്ടാമത് ഇവിടെ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു അംഗീകാരം
അത് ഈ ജനവിധി പ്രതിഫലിക്കും. അതൊരു നല്ല സന്ദേശം ഭാവിയിലേക്ക് നൽകുന്നതായിരിക്കും. 80 സീറ്റ് വരെയെങ്കിലും കിട്ടണം. എന്താണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? ഈ ഗവൺമെൻറ് പെർഫോമൻസ് തന്നെ, ഒന്ന് വികസനം, കരുതൽ, പക്ഷെ അതിന് പുറമെ ഒരു ശാന്തവും എല്ലാ അർത്ഥത്തിലും സുരക്ഷിതവുമായിട്ടുള്ളൊരു കേരളമായിരുന്നു കഴിഞ്ഞ 5 വർഷം. നല്ല പ്രതികരണമാണ്, നല്ല വിജയപ്രതീക്ഷയാണ്, സംശയത്തിനും ഇടയില്ലാത്ത കണ്ടതാണല്ലോ ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം നല്ല ഒരു ഉണക്കം കടക്കും എന്നുള്ള നിലപാട് തന്നെ ഉള്ളത്. ഇതിപ്പോൾ സംശയമൊന്നുമില്ല, അതിപ്പം ആർക്കും സംശയമില്ലാത്ത നിലയിലേക്ക് അത് എത്തിയിട്ടുണ്ട്, ഉണക്കം കിടക്കുന്നുണ്ടായിരുന്നു. അല്ല, കേരളത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ എൻ്റെ ചായക്കട പ്രോഗ്രാമിലൂടെ കണ്ടത്. നിലവിലുള്ള ഭരണത്തിനോട് അതൃപ്തിയുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായും ഒരു ഇടതുപക്ഷ തരംഗമാണ് ഞാൻ കാണുന്നത് പൊതുവെ എല്ലായിടത്തും. നല്ല വിജയപ്രതീക്ഷ, നല്ല മുന്നേറ്റമുണ്ട്. NDA സഖ്യം തീർച്ചയായിട്ടും നമ്മളെ സൗത്ത് മണ്ഡലം നേടും പ്രാവശ്യം. കേരളത്തിൻ്റെ മൊത്തം ഒരു ട്രെൻഡ് എടുത്താൽ ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുക എന്നത് വരുന്നത് UDF അനുകൂലമായിട്ടുള്ള ഒരു സ്വീകരണമാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ് അതിനകത്ത് പ്രതിഫലിക്കുക. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കൂടാതെ നമ്മുടെ പ്രദേശത്ത് രാവിലെ മുതൽ തന്നെ നല്ല ക്യൂ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ജനാധിപത്യ സംവിധാനത്തിൽ മുഴുവൻ വോട്ടർമാരും ആ വോട്ട് രേഖപ്പെടുത്തുന്ന സന്തോഷമുണ്ട്. അതോടൊപ്പം ഞാൻ ബേപ്പൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അവിടെ ശക്തമായുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 തവണയായി ബേപ്പൂർ മണ്ഡലത്തിൽ നേരത്തെ നിയമസഭയിൽ മത്സരിച്ചിരുന്നു, ലോക്സഭയുടെ ഭാഗമായിട്ട് വീണ്ടും മത്സരിച്ചിരുന്നു, ഇപ്പം വീണ്ടും നിയമസഭയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് ബേപ്പൂർ മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യുന്ന താരങ്ങൾ വാർത്തകളിൽ മിന്നിമറയുമ്പോൾ വേറിട്ടൊരു കാഴ്ചയാണ് ചേവായൂരിലെ ലെപ്രസി ആശുപത്രിയിലേത്. 6ഓളം പേരാണ് ഈ ബൂത്തിൽ അവശതകൾ മറന്നും വോട്ട് ചെയ്യാനെത്തിയത്. കേരളം തിരഞ്ഞെടുപ്പിന്റെ പകിട്ടിൽ തിളങ്ങുമ്പോഴും വേറിട്ടു നിൽക്കുകയാണ് കോഴിക്കോട് ചേവായൂരിലെ കുഷ്ഠരോഗാശുപത്രിയിലെ ഈ ബൂത്ത്. ഇവിടുത്തെ വോട്ടർമാർ ആശുപത്രിയിലെ രോഗികൾ മാത്രമാണ്. ആശുപത്രിയിലെ അന്തേവാസികളായവർക്ക് സഹതാപത്തിന്റെ കൂർത്ത നോട്ടങ്ങൾ ഏൽക്കാതെ തന്നെ സ്വസ്ഥമായി ഇവിടെ വോട്ട് ചെയ്യാം. നമ്മൾ പറയും ഒരു വോട്ടാണ്, അത് നമുക്ക് അവകാശമുള്ളതല്ലേ, അത് ചെയ്യണമെന്ന് പറയും. എന്നിട്ട് നമ്മളത് വയ്യെങ്കിൽ നമ്മളത് പിടിച്ച് കൊണ്ടുവരും, കൂട്ടിക്കൊണ്ടുവരും അവരെ കൊണ്ട് ചെയ്യിക്കാൻ. അതെ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ വരികയും ചെയ്യും, വരാൻ പറ്റുന്നതാണെങ്കിൽ വരും, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരും. ഇവിടെ എത്തുന്ന പല വോട്ടർമാർക്കും മഷി പുരട്ടാൻ വിരലുകളില്ലെങ്കിലും തങ്ങളുടെ അവശത ഈ കടമ നിർവഹിക്കുന്നതിന് തടസ്സമാകരുതെന്ന വാശി ഈ കണ്ണുകളിൽ നമുക്ക് കാണാം. എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സമ്മതിദാനം നിർവഹിക്കാത്തവരുടെ മുന്നിൽ ഈ ബൂത്ത് ഒരു ചോദ്യചിഹ്നമാണ്. വൈശാഖാര്യൻ, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ്സ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. Kalyan Silks. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു.
പ്രായത്തിന്റെ അവശതകളെല്ലാം മറന്ന് 102 വയസ്സിലും തന്റെ സമ്മതിദാനാവകാശം നിറവേറ്റിയിരിക്കുകയാണ് ബേപ്പൂർ മങ്കന്തറ ദേവകിയമ്മ. അരക്കിണർ തട്ടാടത്തുംകാവ് LP സ്കൂളിലെ 19 നമ്പർ ബൂത്തിലാണ് കന്നി വോട്ടറുടെ ആവേശത്തോടെ അമ്മ എത്തിയത്. 102 വയസ്സിലും തന്റെ സമ്മതിദാനാവകാശം നിറവേറ്റിയ സന്തോഷത്തിലാണ് മങ്കന്തറ ദേവകി. പ്രായത്തിന്റെ അവശതകളെല്ലാം മറന്ന് ജനാധിപത്യത്തിന്റെ മഷിപുരട്ടാൻ പേരമക്കൾക്കൊപ്പമായിരുന്നു ദേവകി എത്തിയത്. പ്രായത്തെപ്പറ്റി ചോദിച്ചാൽ ഇതൊക്കെ ഒരു പ്രായമോ എന്നതാണ് ദേവകിയുടെ ഭാവം. ബേപ്പൂർ അരക്കിണർ തട്ടാടത്തുംകാവ് LP സ്കൂളിലെ 19 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുമ്പോൾ ദേവകിക്കിപ്പോഴും കന്നി വോട്ടറുടെ ആവേശമാണ്. സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ കാത്തിരിക്കുന്ന വർത്തമാന സമൂഹത്തിലെ പഴയ തലമുറയുടെ പ്രതീകമാണ് ഈ ദേവകിയമ്മ. തന്റെ പൗരാവകാശം രേഖപ്പെടുത്തുവാൻ മടിക്കുന്ന ജനവിഭാഗത്തിൽ മാതൃക കൂടിയാണിവർ. ക്യാമറമാൻ ഹാനിഷ് നടുവട്ടത്തിനൊപ്പം നയൻതാര. തിരഞ്ഞെടുപ്പുകൾ ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നവരാണ് കന്നി വോട്ടർമാർ. ജനാധിപത്യപരമായ പങ്കാളിത്തം രേഖപ്പെടുത്താൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ. കോഴിക്കോട് നോർത്ത് 97 ബൂത്തിലെ കന്നി വോട്ടറായ മിൻഷയുടെ ആദ്യ സമ്മതിദാന അനുഭവ കാഴ്ചകളിലേക്ക്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ 97 ബൂത്തിൽ തന്റെ കന്നി വോട്ട് രേഖപ്പെടുത്താൻ രക്ഷിതാക്കളോടൊപ്പം എത്തിയതാണ് മിൻഷ. ആദ്യമായി വോട്ട് ചെയ്യാൻ വരുന്നതിന്റെ ആകാംക്ഷയും ആശങ്കയും മിൻഷയുടെ മുഖത്ത് വ്യക്തമായിരുന്നു. കന്നി വോട്ടിനായുള്ള നീണ്ട ക്യൂവിലെ കാത്തുനിൽപ്പ് കാര്യമാക്കാതെ മുന്നിലും പിന്നിലുമായി നിൽക്കുന്നവരെയും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നവരെയും ശ്രദ്ധയോടെ നിരീക്ഷിച്ചിരുന്ന മിൻഷ തന്റെ തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതാനും മറന്നില്ല. മുന്നിൽ കടന്നുപോയവർ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ സൂചനയായി പുറത്തു വന്നിരുന്ന ബീപ്പ് ശബ്ദം മിൻഷയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ആദ്യമായി പ്രൈമറി ക്ലാസ്സിലെത്തിയ കുട്ടിയുടെ ഭാവത്തോടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ മുന്നിലെത്തിയ മിൻഷ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയിലാണ് വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയത്. എൻ്റെ ഫസ്റ്റ് വോട്ടാണിത്. വന്നപ്പോൾ ഞാൻ പ്രതീക്ഷയോടാണ് വന്നത്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഈ പാർട്ടികൾ ഏത് പാർട്ടി ജയിച്ചാലും നാടിന് വേണ്ടി നല്ലൊരു വികസനം ഞാൻ പ്രതീക്ഷിക്കാം. ചാലപ്പുറം NSS കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ മിനിഷ ആദ്യ വോട്ടിലൂടെ തന്റെ ജനാധിപത്യപരമായ പങ്കാളിത്തം രേഖപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ക്യാമറമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം വൈഷ്ണവ് പുല്ലാട്ട്, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. ഭാരിച്ച ജോലികൾ പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്നത് പഴയ കഥ. കോഴിക്കോട് ജില്ലയിലെ 15 ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ പുരുഷന്മാരേ ഇല്ല. വനിതകൾ വാഴുന്ന ഒരു ബൂത്തിനെ കുറിച്ച്. ഇത് കോഴിക്കോട് നഗരത്തിലെ സാമൂതിരി ഹൈസ്കൂൾ. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ 7ാം നമ്പർ ബൂത്ത് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. 565 വോട്ടർമാരുള്ള ഇവിടെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിക്കാൻ പുരുഷന്മാരേ ഇല്ല. NITയിൽ ഉദ്യോഗസ്ഥയായ അശ്വതി നായരാണ് പ്രിസൈഡിംഗ് ഓഫീസർ. ഭാർഗവി, പ്രഭാവതി, ഇന്ദിര എന്നിങ്ങനെ 3 പോളിംഗ് ഓഫീസർമാരുമുണ്ട് ബൂത്തിൽ. ബൂത്തിന്റെ സുരക്ഷാ കാര്യങ്ങൾക്ക് നിയമിച്ചിരിക്കുന്നത് ഒരു വനിതയെ. വെൽഫെയർ ഓഫീസറും വനിത തന്നെ, അംഗൻവാടി വർക്കറായ സ്മിത. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും വനിതകളാണ്. അതാണ് വനിതകൾക്കും ഇത് ഇങ്ങനെയൊരു പോളിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്താൻ കഴിയുമെന്നുള്ളത് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാന്തമായിട്ട് തന്നെ ഇത് പുരോഗമിക്കുന്നു. ഉച്ചയോടെ പകുതിയോളം വോട്ടുകൾ ഈ ബൂത്തിൽ ചെയ്തു കഴിഞ്ഞു. സ്ത്രീകൾ മാത്രമായതുകൊണ്ട് ആദ്യം ഒരു അങ്കലാപ്പൊക്കെ തോന്നിയിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നതായി വനിതാ ഓഫീസർമാർ പറഞ്ഞു. പോളിംഗ് ഓഫീസർമാരെല്ലാം വനിതകളായ ബൂത്തിൽ തന്റെ കന്നിവോട്ട് നിർവഹിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ചാലപ്പുറം സ്വദേശി അശ്വതി. എന്തായാലും ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വന്നതാണ്. എന്നാലും വോട്ടിംഗ് ബൂത്തിലൂടെ ഫുൾ വനിതാ ഉദ്യോഗസ്ഥരാണ് എനിക്ക് കാണാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷം. മാറ്റത്തിൻ്റെ തുടക്കമായിക്കോട്ടെ. സാമൂതിരി ഹൈസ്കൂൾ കൂടാതെ കോഴിക്കോട് ജില്ലയിൽ മറ്റ് 14 ബൂത്തുകൾ കൂടി കൈകാര്യം ചെയ്യുന്നത് വനിതകൾ മാത്രമാണ്. അഭിമാനത്തോടെ അവർ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നു. ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല എന്ന ഭാവത്തിൽ. വോട്ട് ചെയ്യൽ ഒരു ആവേശമാണ് യശോദയ്ക്കിപ്പോഴും. തെരഞ്ഞെടുപ്പായാൽ കാലം നൽകിയ അവശതകൾ മറന്ന് കന്നി വോട്ടറുടെ ആവേശത്തോടെ അവർ വോട്ട് ചെയ്യാനെത്തും. ഒരു റിപ്പോർട്ട്. ശാരീരികമായ അവശതകൾ തളർത്തുന്നുണ്ടെങ്കിലും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ 74ാം വയസ്സിലും എല്ലാം മറന്ന് യശോദ ചേച്ചി എത്തി. കോഴിക്കോട് ജാഫർഖാൻ കോളനിയിലെ സെന്റ് വിൻസെന്റ് സ്കൂളിലെ 130ാം ബൂത്തിലാണ് യശോദ ചേച്ചി തന്റെ വോട്ടവകാശം വിനിയോഗിച്ചത്. എല്ലാ തവണയും മുടങ്ങാതെ താൻ വോട്ട് ചെയ്യാൻ എത്താറുണ്ടെന്നും ദൈവം സഹായിച്ചാൽ ഇനിയും വോട്ട് ചെയ്യാൻ എത്തുമെന്നും ആരു ജയിച്ചാലും തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞാണ് ഇവർ ബൂത്ത് വിട്ടത്. എല്ലാം നല്ല ഈ പ്രാവശ്യം മാത്രം നടക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ പ്രാവശ്യം ഞാൻ വന്ന് ചെയ്യുന്നതാ. ഇപ്പൊ കാല് വയ്യേറ്റ അത് ആര് ജയിച്ചാലും ഇപ്പൊ നാട് നന്നായി ആദ്യം അത്രേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You
You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്ന ആണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. Kalyan Silks. Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ബേപ്പൂർ. കഴിഞ്ഞ തവണ എളമരം കരീം വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കോർപ്പറേഷൻ മേയർ VKC മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിലും മണ്ഡലം ശ്രദ്ധേയമാണ്. എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ മേയറും LDF സ്ഥാനാർത്ഥിയുമായ VKC മുഹമ്മദ് കോയും UDFിലെ MP ആദം ഉൽസിയും NDAയുടെ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവുമായിരുന്നു മുന്നണി സ്ഥാനാർത്ഥികൾ. SDPI സ്ഥാനാർത്ഥി മുസ്തഫ കൊമരിയും മത്സരരംഗത്ത് സജീവമായിരുന്നു. രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ മിക്ക ബൂത്തുകളിലും നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉച്ചവരെ 42% പോളിംഗാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ബേപ്പൂർ, ചെറുവണ്ണൂർ, നല്ലളം, ഫറോക്ക്, നല്ലൂർ, കടലുണ്ടി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായ ബേപ്പൂർ നിയോജക മണ്ഡലം. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി KP ശ്രീശൻ ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന 30-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർമാരിൽ ഒരാളായ 102 വയസ്സുള്ള മങ്ങന്തറ ദേവകിയും ബേപ്പൂർ തട്ടടത്തുംകാവ് സ്കൂളിലെ 19-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജില്ലയിലെ പ്രശ്നബാധിത ബൂത്തുകളിലൊന്നായ മാറാട് സ്ഥിതി ചെയ്യുന്നതും ബേപ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ജെയിൻ സോഷ്യൽ ഗ്രൂപ്പ് കാലിക്കറ്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പാരമൗണ്ട് ടവറിൽ വെച്ചായിരുന്നു പരിപാടികൾ. ജെയിൻ സോഷ്യൽ ഗ്രൂപ്പ് കാലിക്കറ്റിന്റെ 2016-17 വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പാരമൗണ്ട് ടവറിൽ വെച്ചാണ് പരിപാടി നടന്നത്. പ്രസിഡന്റായി പ്രകാശ് കെ ബുലാനിയും വൈസ് പ്രസിഡന്റായി സന്ദീപ് പി മെഹ്തയും തിരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി ജഗദീഷ് എൻ ഷായും ജോയിന്റ് സെക്രട്ടറിയായി രത്തൻലാൽ ബോത്രയും ട്രഷററായി അജയ് എ ഷായുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചടങ്ങിൽ സന്ദീപ് ഭായ് പി ഷാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. In addition to that, we had an outing of 3 days at Munnar for that Maitri Millet in January, in which 15 of our members attended. I request that whenever there is a program of JSG outside Calicut, though we are a small group, we should try to attend in large numbers so that we get recognized by other groups. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രകാശ് കെ ബുലാനി മറുപടി പ്രസംഗം നടത്തി. ശേഷം പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തി. ജിതേന്ദ്ര ബായ് പി ഷാ, ജഗദീഷ് ബായ് എൻ ഷാ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസ് നേതാവും ബേപ്പൂരിലെ കലാ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ P രാമകൃഷ്ണന്റെ നിര്യാണത്തിൽ ബേപ്പൂർ പൗരാവലി അനുശോചിച്ചു. INTUC അഖിലേന്ത്യാ പ്രവർത്തക സമിതി അംഗം MK ബീരാൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബേപ്പൂരിലെ പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന P രാമകൃഷ്ണന്റെ നിര്യാണത്തിൽ ബേപ്പൂർ പൗരാവലി അനുശോചിച്ചു. UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്ന രാമകൃഷ്ണൻ ശനിയാഴ്ച വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം 8:30 ഹൃദയസ്തംഭനം മൂലം അന്തരിച്ചത്. INTUC ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ്, DCC അംഗവും പ്രമുഖ പാലിയേറ്റീവ് പ്രവർത്തകനുമായിരുന്നു. ബേപ്പൂർ ടൗണിൽ ചേർന്ന അനുശോചന യോഗത്തിൽ മുൻ കൗൺസിലർ T ഹസൻ അധ്യക്ഷനായിരുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പാലിക്കേണ്ട ചില സംശുദ്ധ രാഷ്ട്രീയ കാര്യങ്ങളും അത് നമ്മളിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും അത് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സ്വയം വിമർശനമായി എല്ലാ ആളുകളും പരിശോധിക്കും.
കൗൺസിലർ എൻ സതീഷ് കുമാർ, INTUC അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ, അഖിലേന്ത്യാ പ്രവർത്തക സമിതി അംഗം MK ബീരാൻ, അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണൻ, TK അബ്ദുൽ ഗഫൂർ, MI മുഹമ്മദ്, K വിശ്വനാഥൻ, KP ഹുസൈൻ, തമ്പിരാജ്, P സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. MK രാഘവൻ MP, എളമരം കരീം MLA, ബേപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥികളായ VKC മുഹമ്മദ് കോയ, ആദം മുൽസി, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ആഹ്വാനപ്രകാരം ഫുട്ബോൾ എല്ലാവർക്കും എന്ന സന്ദേശത്തിൽ ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ദിനാഘോഷം സംഘടിപ്പിച്ചു. സെപ്റ്റ് ഫുട്ബോൾ അക്കാദമിയുടെയും കോഴിക്കോട് ഫുട്ബോൾ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 250-ലധികം കുട്ടികളാണ് അണിനിരന്നത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ആഹ്വാനപ്രകാരം 2013 മുതലാണ് മെയ് 15-ന് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ദിനം ആചരിക്കുന്നത്. ജാതിമത പ്രായ ലിംഗഭേദമന്യേ എല്ലാവർക്കും ഫുട്ബോൾ എന്നതാണ് ഈ ദിനാചരണത്തിന്റെ മുദ്രാവാക്യം. അമിതാഹാരവും പോഷകാഹാരക്കുറവും വ്യായാമമില്ലായ്മയും കാരണം 2025-ഓടെ 23.1 മില്യൺ കുട്ടികൾ അനാരോഗ്യകരമായ അവസ്ഥയിലെത്തും. ഇതിന് പരിഹാരം കാണാനാണ് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ സെപ്റ്റ് ഫുട്ബോൾ അക്കാദമികളിലൂടെ പരിശീലനം നൽകി വരുന്നത്. ഫുട്ബോൾ കളിയിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകിയാൽ ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് ഇത്തരം പരിശീലനങ്ങൾക്ക് നിദാനമാകുന്നത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ആഹ്വാനപ്രകാരം കോഴിക്കോട് ഫുട്ബോൾ അസോസിയേഷനും സെപ്റ്റ് ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ദിനാചരണം ആഘോഷിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സെപ്റ്റിന്റെയും വിവിധ ഫുട്ബോൾ അക്കാദമികളുടെയും 250 കുട്ടികൾ അണിനിരുന്ന വർണ്ണാഭമായ പരിപാടികളാണ് അരങ്ങേറിയത്. വിവിധ ക്ലബ്ബുകൾ, ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ, മുൻ ഇന്റർനാഷണൽ താരങ്ങൾ, സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സെപ്റ്റ് ചെയർമാൻ അരുൺകുമാർ N, സെക്രട്ടറി C സേതുമാധവൻ, കോച്ചസ് അസോസിയേഷൻ ഹെഡ് KP സേതുമാധവൻ, കോച്ചസ് ഹെഡ് മനോജ് കുമാർ, TM അബ്ദുറഹിമാൻ, ജോസ് VA എന്നിവർ സംബന്ധിച്ചു. കോച്ചുമാരായ ജാഫർ, അസ്കർ, മഹേഷ്, സനീഷ്, റനീഷ്, ജയചന്ദ്രൻ, നസ്രീൻ, ജാഫിർ, സായിനാഥ്, ദീപക് ലാൽ, പ്രദീപ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലിപി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച അജിത മാധവിന്റെ പ്രണയവസന്തം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ PK ഗോപി, നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ PR നാഥന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച അജിത മാധവിന്റെ പ്രണയവസന്തം എന്ന കവിതാ സമാഹാരം കഴിഞ്ഞ ദിവസം സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ PK ഗോപി, നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ PR നാഥന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. നാട്യങ്ങൾ ഏതുമില്ലാതെ, ബഹളങ്ങൾ ഏതുമില്ലാതെ അജിത മാധവ് അവർക്ക് സ്വീകാര്യമായ അവർ പഠിച്ച മലയാള വാങ്മയം ചിലപ്പോൾ നല്ല ശിക്ഷണം ലഭിച്ചതുപോലെയും മറ്റു ചിലപ്പോൾ ശിക്ഷിതമായും ആത്മാർത്ഥമായും പ്രയോഗിക്കുന്നതാണ് ഈ കാവ്യ സമാഹാരം. പ്രശസ്ത കവിയും കോളമിസ്റ്റുമായ PP ശ്രീധരനുണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാഹിത്യ വിമർശകനും ഗ്രന്ഥകർത്താവുമായ പ്രിയദർശൻ ലാൽ പുസ്തക പരിചയം നിർവഹിച്ചു. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സംബന്ധിച്ച ചടങ്ങിൽ മുൻ മേയർ M ഭാസ്കരൻ പങ്കെടുത്തു. ഭാസി മലാപ്പറമ്പ്, അബ്ദുള്ള പേരാമ്പ്ര, മോഹൻ പുത്തഞ്ചേരി, അജിത മാധവ്, മമ്മു മാസ്റ്റർ, ഗോകുൽദാസ്, ലക്ഷ്മി നന്ദ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. JCI കാലിക്കറ്റിന്റെ പ്രോജക്റ്റായ JCI എക്കോസ് ഷെൽ ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്തു. JCI ഇന്ത്യയുടെ നാഷണൽ പ്രസിഡന്റായ JCI സെനറ്റ് രാജശ്രീ ബാജയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ജൂനിയർ ചാമ്പ ഇന്റർനാഷണൽ കാലിക്കറ്റിന്റെ പ്രൊജക്ടായ JCI എക്കോഷൽ ബസ് സ്റ്റോപ്പ് JCI ഇന്ത്യയുടെ നാഷണൽ പ്രസിഡന്റായ JCI സെനറ്റ് രാജശ്രീ ഭാജ ഉദ്ഘാടനം ചെയ്തു. JCI കാലിക്കറ്റ് പ്രസിഡന്റ് അയന ടാംടൺ അധ്യക്ഷം വഹിച്ചു. JCI സോൺ പ്രസിഡന്റ് അഫ്സൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, മുൻ സോൺ വൈസ് പ്രസിഡന്റായ JCI സജൽ മുഹമ്മദ്, പ്രൊജക്ട് ഡയറക്ടർ സിജു ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി രാകേഷ് മേനോൻ നന്ദി പറഞ്ഞു. ബസ് സ്റ്റോപ്പിന്റെ സ്പോൺസറായ കല്യാൺ കേന്ദ്ര മാനേജിംഗ് ഡയറക്ടർ ഹർഷദ് അബ്ദുള്ള ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഉപയോഗശൂന്യമായിട്ടുള്ള ബോട്ടിലുകളും പഴയ ടയറുകളും സോളാർ ലൈറ്റുകളും ഉപയോഗിച്ച് റീസൈക്കിൾ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ കേരളത്തിലെ ആദ്യത്തെ ബസ് സ്റ്റോപ്പ് എന്നൊരു സവിശേഷത കൂടി ഈ ബസ് സ്റ്റോപ്പിനുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോർഡ് ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫ്ലഡ് ലിറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടീം റോസ് ബോൾ ജേതാക്കളായി. പുലർച്ചെ 4:30 വരെ നീണ്ട മത്സരത്തിന്റെ സമാപന ചടങ്ങിൽ ചലച്ചിത്ര താരം നിഷാന്ത് സാഗർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലോർഡ് ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ലോർഡ് ക്രിക്കറ്റ് ക്ലബ് സെക്രട്ടറി രാഘവൻ KV അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. ഞാനും മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ഞങ്ങൾ ലോർഡ്സിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്, ബസ് ഇറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ
സൈക്കിളിൽ, നല്ല സ്പോർട്സ് സൈക്കിളിൽ കോട്ടും സ്യൂട്ടെല്ലാം ഇട്ട് ഒരാൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏകദേശം ഒരു കുറച്ച് പിറകിലായിട്ട് 3 പോലീസുകാരും സൈക്കിളിൽ. മുമ്പിൽ പോയ ആള് ഒരു VIP ആണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം സൈക്കിളിൽ പോകുന്നു, അദ്ദേഹത്തിന്റെ ഫോളോ ചെയ്തുകൊണ്ട് 3 പോലീസുകാർ. ഉടൻ തന്നെ ഞങ്ങൾ അടുത്തുള്ള വോളണ്ടിയറോട് ചോദിച്ചു ആ പോയത് ആരാണ്. അപ്പോൾ ആ വോളണ്ടിയർ പറഞ്ഞു ആ പോയ ആള് ലണ്ടൻ നഗരത്തിന്റെ മേയറാണ്, ബോറിസ് ജോൺസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ആ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ ഗോവിന്ദൻ മാസ്റ്റർ, രംഗനാഥൻ, TP വിജയകൃഷ്ണൻ, ഗോപികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുലർച്ചെ 4:30 വരെ നീണ്ടുനിന്ന മത്സരത്തിൽ 5 ടീമുകളാണ് പങ്കെടുത്തത്. ഫൈനൽ മത്സരത്തിൽ ടീം റോസ് ബോൾ വിജയികളായി. ടീം വാൻഡ്രോസ് റണ്ണേഴ്സ് അപ്പായി. ചലച്ചിത്ര താരം നിഷാന്ത് സാഗർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജ്വല്ലറി മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകളെക്കുറിച്ച് കരിയർ വിദഗ്ധർ സൗജന്യ സെമിനാർ സംഘടിപ്പിച്ചു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയും സംയുക്തമായി ജ്വല്ലറി മേഖല പഠനവും തൊഴിലവസരവും എന്ന വിഷയത്തിൽ സൗജന്യ സെമിനാർ സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി ഡയറക്ടർ അബ്ദുൽ കരീം മുഹമ്മദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ മേഖലയിൽ നമുക്ക് ഒരൊറ്റ തൊഴിലാളി പോലും ഈ പ്രദേശ കേരളക്കാരായിട്ടില്ല. ഉള്ളത് മുഴുവൻ നമ്മുടെ പരമ്പരാഗത തൊഴിലാളികൾ മുഴുവൻ അവരൊക്കെ മാറി നിൽക്കുകയും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ, ഇതിനെ മാനേജ് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആളുകൾ ഇല്ലാത്തൊരവസ്ഥ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമുണ്ട്. ജ്വല്ലറി മേഖലയിലെ സാധ്യതകളിൽ വഴികാട്ടുകയാണ് മലപ്പുറം ഇങ്കൽ എഡ്യൂസിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി. വിവിധ ജ്വല്ലറി സ്റ്റോണുകളെക്കുറിച്ചും ജ്വല്ലറി മാനേജ്മെന്റ്, മാനുഫാക്ചറിംഗ് ടെക്നോളജി, ഡിസൈനിംഗ്, റീറ്റെയിൽ സർവീസ് എന്നിവയെക്കുറിച്ചായിരുന്നു ക്ലാസുകൾ നടന്നത്. കരിയർ വിദഗ്ധൻ അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസുകൾ. ജ്വല്ലറി മേക്കിംഗുമായി ബന്ധപ്പെട്ട് ജ്വല്ലറി മാനേജ്മെന്റ്, സ്റ്റോക്ക് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ്, ഗോൾഡ് കാസ്റ്റിംഗ്, ഗോൾഡ് റിഫൈനിംഗ്, 2D ആൻഡ് 3D ഡിസൈനിംഗ് തുടങ്ങി നിരവധി കോഴ്സുകളെയും പരിചയപ്പെടുത്തി. അസോസിയേഷൻ ഭാരവാഹി സനത് കുമാർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴയെ അവഗണിച്ചും ജില്ലയിൽ കനത്ത പോളിംഗ്. ജില്ലയിൽ സ്ഥാനാർത്ഥികളും പ്രമുഖരുമെല്ലാം വോട്ടവകാശം വിനിയോഗിച്ചു. 102-ാം വയസ്സിലും ദേവകിയമ്മ പോളിംഗ് ബൂത്തിൽ. കന്നിവോട്ടിന്റെ ആവേശത്തിൽ മിൻഷ. കോഴിക്കോട്ടെ ലെപ്രസി ആശുപത്രിയിലെ പ്രത്യേക ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി അന്തേവാസികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.